നമസ്കാരം. വെർബുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. വെർബിൻ്റെ പാസ്റ്റ് രൂപം പഠിച്ചു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം പഠിച്ചു, ING ഫോമും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ കണ്ടു. ധാരാളം പേര് അത് കണ്ടിട്ടുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്. രണ്ട് തരത്തിൽ വേർഡിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും നിർമ്മിക്കാം. അതിലൊന്ന് ED കൂട്ടിച്ചേർത്ത് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ ക്രിയേറ്റ് എന്ന വേർഡിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും നിർമ്മിക്കുന്നത് ED കൂട്ടിച്ചേർത്ത് ക്രിയേറ്റഡ് എന്നാണ്. ക്രിയേറ്റഡ്. വോക്ക് എന്ന വെർബ് ഒന്ന് എടുക്കുക. അതിൻ്റെയും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും രൂപീകരിക്കുന്നത് ED കൂട്ടിച്ചേർത്താണ്. അപ്പോൾ വോക്ക്, വോക്ഡ്. അതുപോലെ തന്നെയാണ് ജംപ്ഡ്. വെറും ED മാത്രം കൂട്ടിച്ചേർത്ത് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും നിർമ്മിക്കുന്നു. ഇത്തരത്തിലുള്ള വെർബിനെ റെഗുലർ വെർബ് എന്നാണ് വിളിക്കുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് പഠിച്ചാൽ ഇത് ഭാഷയുമായി വലിയ ബന്ധമൊന്നുമില്ല. ഒന്ന് മനസ്സിലാക്കി വെക്കാൻ മാത്രം ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മറ്റൊരു തരത്തിലുള്ള വെർബുണ്ട്. ഇതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും നിർമ്മിക്കുമ്പോൾ ഒരു യുണീക്ക് സ്റ്റൈൽ. പാസ്റ്റ് ടെൻസിലും പാസ്റ്റ് പാർട്ടിസിപ്പിളും അതിൻ്റെ ഒരു തനതായ രൂപം. ഉദാഹരണത്തിന് റൈറ്റ് എന്ന് പറയുന്ന വേർഡ് എടുക്കുക. അത് റൈറ്റഡ് എന്നല്ല നമ്മൾ പറയുന്നത്, റോട്ട് എന്നാണ് പറയുന്നത് പാസ്റ്റ് ടെൻസ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടൺ ആണ്. അപ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടൺ. പാസ്റ്റ് ടെൻസിലും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരു തനതായ രൂപം, ഒരു യുണീക്ക് ഫോം ഉണ്ട്. അങ്ങനെയുള്ള വെർബിനെ നമ്മൾ ഇറഗുലർ വെർബ് എന്ന് പറയും. അപ്പോൾ റെഗുലർ വെർബുണ്ട്, ഇറഗുലർ വെർബുണ്ട്. റെഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ വെറും ED കൂട്ടിച്ചേർത്ത് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും നിർമ്മിക്കാം. അത് ഇറഗുലർ വെർബിലാണെങ്കിൽ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും നിർമ്മിക്കുന്നത് തനതായ രൂപം ഉപയോഗിച്ചാണ്. മറ്റൊരു വേർഡുമായിട്ടും താരതമ്യം സാധിക്കാതെ അതിൻ്റെ തനതായ രൂപം. ഉദാഹരണത്തിന് റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുന്നു, റെഡ് എന്ന് പറഞ്ഞാൽ വായിച്ചു. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റെഡ് ആണ്. അപ്പോൾ അതിന് ഒരു തനതായ രൂപം. സംസാര ഭാഷയിലേക്ക് നമ്മൾ കടക്കും. എല്ലാ ദിവസവും ഉപയോഗിക്കാനായിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്ന സെൻറ്റൻസുകൾ നമ്മൾ പഠിക്കും. അതിനെല്ലാമായിട്ട് നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.